എൻ്റെ വീട്ടിലാണുള്ളത്. വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അവരുടെ സഹോദരിയും പിതാവും എല്ലാവരും തന്നെ ഈ പ്രദേശത്തുണ്ട്. നേരത്തെയും ഈ മേഖലയിൽ വലിയ രീതിയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എത്രമാത്രം പേടിച്ചാണ് നിങ്ങൾ ഓരോ ദിവസവും ഇവിടെ കഴിച്ചു? ഇവിടെ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഒരു പട്ടീനെ വളർത്തുന്നുണ്ട്, ആന വന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പച്ചൻ്റെ രാത്രി ഉറക്കമില്ല. ഇത് പുള്ളി ഇത്രയും ക്ഷീണിച്ചിരിക്കുന്നതിന് ഉറക്കമില്ലാത്തതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ആനയുടെ ശല്യം കാരണം ഇത് ഇവിടെ ഇതിലൊക്കെ ആന വരുന്ന. നമ്മുടെ വീടിന്റെ പുറകിൽ 2 തെങ്ങുണ്ടായിരുന്ന തെങ്ങ് നശിപ്പിച്ചു. വാഴയും അതുപോലെ ഇവിടെ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ എണ്ണം കർഷകന് കിട്ടുന്നില്ല. കുടുംബത്തിന്റെ ഒരു ഏക ആശ്രയമായിരുന്നു ദിവസം. അപ്പച്ചനമ്മച്ചിങ് അവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കൊണ്ടു കൊടുത്താണ് അവര് ജീവിച്ചുകൊണ്ടിരുന്നത്. വന്നു കഴിയുമ്പോൾ അവൻ കൈ നിറയെ സാധനമായിട്ടായിരുന്നു ഇവർക്ക് വീട്ടില് വേണ്ട പലചരക്ക് സാധനങ്ങളും എല്ലാം മേടിച്ചു കൊടുത്തിട്ടായിരുന്നു പോയി. ഇപ്പൊ ഇന്നും കൂടെ ഞങ്ങളിവിടെ രാത്രിയിൽ വന്നപ്പോൾ തന്നെ അപ്പച്ചൻ വന്ന് പറഞ്ഞു മീനും എല്ലാം മേടിച്ചു കൊടുത്തിട്ട് പോയി. ക്രിസ്മസിന് ഞാൻ വരില്ല അപ്പച്ചാന്ന് പറഞ്ഞിട്ട് പോയതാ. അപ്പം എന്റെ കൊച്ചു വാറുണ്ടായിരുന്നു എന്ന് അപ്പച്ചൻ പറഞ്ഞ കേട്ടപ്പോൾ സങ്കടം തോന്നുന്നു. ഈ നാട്ടിൽ ഇനി ഒരാൾക്കും ഈ ഒരു രീതിയിൽ സംഭവിക്കരുതെന്ന് നിങ്ങൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അത്രമാത്രം ദുരിതമാണ് ഇവിടുത്തെ കാര്യം. പിന്നല്ലേ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃഷി ചെയ്താൽ അത് കിട്ടാനില്ല. ഇവിടെ അപ്പച്ചൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആന മൊത്തം വന്ന് നശിപ്പിച്ച വാഴ വെച്ചായിരുന്നു അവിടെ. ഭയങ്കര ശല്യമാണ്. ആനയെ കൊണ്ട് ബുദ്ധിമുട്ടിയൊക്കെ ജനങ്ങൾ. ഇത് ഒരു 10-70 കുടുംബമുണ്ട് ഇവിടെ. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നതാണ്. അപ്പോൾ ഇനിയൊരു എൽദോസിന് സംഭവിച്ച ഇനിയൊരു കുടുംബത്തിലും സംഭവിക്കാതിരിക്കട്ടെ. ഇന്നലെ എന്തോ സഹായത്തിന്റെ കാര്യം ഇങ്ങനെ പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ജോഷേട്ടൻ പറഞ്ഞത്. മൃഗങ്ങളുടെ ജീവന് ഇത്രയും വില ഇവര് കൊടുക്കുന്ന രീതിയില് മനുഷ്യരുടെ ജീവനത്തിനും കുറച്ച് വിലയൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. തീർച്ചയായും അത് തന്നെയാണ്. ക്രിസ്മസിന് ഈ നാട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് യാത്രയായ ആളാണ്. ഇന്നലെ വരുന്ന കാര്യം വീട്ടുകാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊന്നും വലിയ രീതിയിൽ അറിയില്ലായിരുന്നു.